நான் உன்னோடே கூட இருந்து உன்னை ஆசீர்வதிப்பேன். ஆதியாகமம் 26:3. And I will be with thee, and will bless thee. Genesis 26:3. இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் ஒவ்வொருவருக்கும் காட் கூசிஸ் மினிஸ்ட்ரி சார்பாக புத்தாண்டு வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். தேவனாகிய கர்த்தர் தம்முடைய பெரிதான கிருபையினாலே 2024 ஆண்டிலே நம்மை பிரவேசிக்க செய்திருக்கிறார். அவருக்கு ஸ்தோத்திரமும் கனமும் துதியும் மகிமையும் உண்டாவதாக. நமது ஊழியத்தின் மூலமாக ஒவ்வொரு நாளும் தேவ வார்த்தைகளை பகிர்ந்து கொண்ட தேவ ஊழியர்களையும் குடும்பங்களையும் தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. ஒவ்வொரு நாளும் இன்றைய மன்னா செய்தியை கேட்டு பிரயோஜனம் அடைந்த அநேகருடைய சாட்சிகளை இம்மட்டும் கேட்டிருக்கிறோம். இந்த ஆண்டிலும் கூட தம்முடைய வார்த்தையில் மாறாதவராகிய கர்த்தருடைய வார்த்தையை விசுவாசத்தோடு கேட்போம், கவனிப்போம். நிச்சயம் ஆசீர்வாதங்களை பெறுவோம். கடந்த நாட்களில் நாம் கண்ட எல்லா துயரமான சூழ்நிலைகளிலிருந்து கர்த்தர் நம்மை விடுவித்து இந்த புதிய ஆண்டிலே தேவன் தமது வார்த்தைகளை நிச்சயம் நிறைவேற்றுவார் என்ற விசுவாசத்தோடும் நம்பிக்கையோடும் காத்திருப்போம். தேவனுடைய வார்த்தைகளுக்கு கீழ்ப்படிய நம்மை நாமே ஒப்பு கொடுப்போம். கர்த்தர் மகத்துவமான காரியங்களை செய்வதற்கு வல்லமையுள்ளவர். நம்முடைய நம்பிக்கை வீண் போகாது. தேவன் சகலவற்றையும் அதினதின் காலத்திலே நேர்த்தியாய் செய்கிறவர். இந்த புதிய ஆண்டையும் கூட நமக்கு தேவன் தந்திருக்கிறார். கடந்த ஆண்டிலே நம்மோடு கூட இருந்தவர்கள் அநேக பரிசுத்தவான்கள் கர்த்தருடைய இளைப்பாறுதலுக்குள் பிரவேசித்திருக்கிறார்கள். ஆகிலும் நம்மை கொண்டு தமது திட்டங்களை நிறைவேற்றும்படியாக தேவன் நம் ஒவ்வொருவரையும் ஜீவனோடு பாதுகாத்து இந்த புதிய ஆண்டிற்குள் பிரவேசிக்க செய்திருக்கிறார். நல்ல எதிர்பார்ப்போடும் விசுவாசத்தோடும் காத்திருப்போம். இந்த ஆண்டு மகிமையாக துவங்கட்டும். கர்த்தர் தாமே இந்த ஆண்டு முழுவதும் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവനാമത്തിന് സ്തോത്രം, മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട 2024 ഒരു 19 ദിവസം കൂടി കാണാനും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഒരു സാക്ഷിയായി ദൈവമക്കളോടൊപ്പമായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഈ പുതിയ വർഷത്തിൽ ഒരവസരം കൂടി നൽകിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗോൾഗുസ് മിനിസ്ട്രിക്കായി മിനിസ്ട്രിയുടെ സാഭകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എല്ലാ കർത്താവിൻ്റെ സ്തോത്രം ദാസന്മാർ, എല്ലാ വിശ്വാസ കുടുംബങ്ങൾ, എല്ലാ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെ അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ പൗലോസ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും സ്തോത്രം ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും സ്തോത്രം വെല്ലുവിളികളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ സ്തോത്രം വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും സന്തോഷിപ്പേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി ദൈവം നമ്മളെ ഏൽപ്പിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ബലപ്പെട്ട ശ്രദ്ധകൾ തിരിക്കാം. അതേ ആവർത്തന പുസ്തകം സ്തോത്രം 10-ാം അധ്യായം 12-ാം വാക്യം വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവ വഴികളിലൂടെ നടന്ന് ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്ഥിതിക്കൊരു മാറ്റം വരും. അപ്പോൾ ദൈവത്തെ മാത്രം ഭയപ്പെടണം. ഇന്ന് മനുഷ്യന് ലോകത്തിൽ നോക്കിയാൽ എവിടെ നോക്കിയാലും ഒരു ഭയം
ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. മനുഷ്യനെ ഭയമില്ല, ലോകത്തിൽ ആരെയും ഭയമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ പോലും ഭയമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യരെയല്ല, ലോകത്തെയല്ല, സ്തോത്രം, ഈ കാണുന്ന പ്രപഞ്ചത്തെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ഉരുവാക്കിയ, നമ്മളെ ജീവനോടെ ശേഷിക്കുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗദുഃഖങ്ങളിൽ നിന്ന്, പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ നാം കടന്നുപോയ നമ്മളെ സ്തോത്രം വിടുവിച്ച, രക്ഷിച്ച, സ്തോത്രം കാത്തുപരിപാലിച്ച ഈ ദൈവത്തെ നമ്മളെപ്പോഴും ഭയപ്പെടണം. ഈ ദൈവത്തെ ഭയപ്പെടുകയും, ഈ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് സ്തോത്രം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുകൂടെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അവരെ ദൈവം സ്തോത്രം മറക്കാതെ ഓർക്കുകയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരിക്കുമ്പോൾ സ്തോത്രം ദൈവഭയം അവരുടെ ജീവിതത്തിൽ വന്നതാണ്. 430 വർഷക്കാലത്തെ അടിമത്വത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടം തോന്നി അവരെ വിടുവിച്ച് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന വാഴ്ത്തത്ത കനാൻ അവർക്ക് കൊടുക്കണം. സ്തോത്രം. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തെ അവർ ഭയപ്പെട്ടിരുന്നു. ഫറവോൻ ആധിപത്യം സ്ഥാപിച്ച് സ്തോത്രം ഇസ്രായേലിനെ മുന്നോട്ട് വിടാതെ പലവിധമായ പദ്ധതികളും സ്തോത്രം തന്ത്രങ്ങളും ഒരുക്കിയപ്പോൾ മോശെ ദൈവം എഴുന്നേൽപ്പിച്ച് വിളിച്ച് വേർതിരിച്ച് ഒരു ലീഡറാക്കി മാറ്റി. സ്തോത്രം ഇസ്രായേലിനെ ഭയത്തോടെ, സ്തോത്രം വിറയലോടെ, ഭക്തിയോടെ, സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ആദരിപ്പാൻ തക്കവണ്ണം ഇസ്രായേലിനെ ദൈവം വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി. അതുകൊണ്ട് ഇസ്രായേലേ, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ നീ സ്തോത്രം ദേശത്തിൽ വലിയ നന്മ അനുഭവിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കള് ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരെ മേൽ വന്നു. അതുകൊണ്ട് ഇസ്രായേലെ, നീ ദൈവത്തെ ഭയപ്പെടുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമെന്നുവെങ്കിൽ സ്തോത്രം നിശ്ചയമായും നാം എവിടെയായിരിക്കുന്നോ നമ്മൾ വാഴ്ത്തത്വത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ദൈവഭയമുള്ള ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 1-ാം അധ്യായം സ്തോത്രം 1 മുതൽ ഒക്കെ വായിച്ചു വരുമ്പോൾ നെഹെമ്യാവ് കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യെരൂശലേം ദേവാലയത്തിന്റെ മതിലുകൾ പൊളിഞ്ഞ് അതിനെ സ്തോത്രം കത്തിച്ചാരമായി അത് പണിയുവാൻ കഴിയാത്ത നിലകളിൽ അത് ശൂന്യമായിരിക്കുമ്പോൾ രാജാവിനോട് നെഹെമ്യാവ് കരഞ്ഞ് അപേക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ സൊമ്മല്യാത്തും തോബിയാത്തും ഒക്കെ സ്തോത്രം നോക്കണമേ, യഹൂദന്മാർക്ക് വിരോധമായി ഈ സ്തോത്രം നിർബലന്മാർ, ബലവാന്മാർ, ബലശാലികളായിരിക്കുന്നവർ സ്തോത്രം മതിൽ പണിയുമോ എന്ന് ചോദിക്കുമ്പോഴും യേശു കർത്താവ് നെഹെമ്യാവിനെ കരങ്ങളിലെടുത്ത് വീഴിക്കുകയാണ്. സ്തോത്രം. എന്തിനു വേണ്ടി? സ്തോത്രം നോക്കണമേ, തകർന്നു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ ദൈവം പൈത്തനെ വീഴിക്കുന്നു. ശത്രു സൈന്യം നമ്മുടെ ജീവിതത്തിൽ 2023, 22, 21 സ്തോത്രം പല നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില മതിലുകൾ, പ്രാർത്ഥന എന്ന മതിലുകൾ പണിയുവാൻ കഴിയാത്ത നിലകളിൽ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ, ഒരുപക്ഷെ സന്ധ്യ പ്രാർത്ഥനയില്ല, സ്തോത്രം നോക്കണമേ, ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ജീവിതത്തിൽ ആരാധിക്കാൻ കഴിയാതെ, ചില വിധമായ ഭാരങ്ങൾ, ചില രോഗങ്ങൾ, ചില ദുഃഖങ്ങളിലൂടെ, ചില വേദനയിലൂടെ, ചില സ്തോത്രം മുറിവുകളിലൂടെ, ചില ഒറ്റപ്പെടലിലൂടെ സ്തോത്രം നമ്മളെ ഒരുപക്ഷെ തമ്മല്യാത്തിന്റെ തോവിയാത്തിന്റെ ആലോചനകൾ സ്തോത്രം നമ്മുടെ മേൽ ചുമത്തി സ്തോത്രം ദുർബലന്മാരെന്ന് നമ്മളെ വിളിക്കുമ്പോൾ ഇനി സ്തോത്രം പണിയില്ല, ഇനി ഇവന്റെ സ്തോത്രം ഭവനം രക്ഷപ്പെടില്ല, ഇവന്റെ തലമുറ രക്ഷപ്പെടില്ല, ഇവന്റെ കുടുംബം സ്തോത്രം രക്ഷപ്പെടില്ല എന്ന് മനുഷ്യൻ വിധിക്കുമ്പോൾ, ലോകം വിധിക്കുമ്പോൾ, ഇസ്രായേലേ, നീ ദൈവത്തെ ഭയക്കുന്നുവെങ്കിൽ, നീ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്തോത്രം നിന്നെ കൊണ്ട് ദൈവം സ്തോത്രം ചിലത് പണിയുവാൻ, ചിലത് ഉയർത്തിയെടുക്കുവാൻ സ്തോത്രം നഷ്ടപ്പെട്ടു പോയത് നിന്നെ കൊണ്ട് പണിതുയർത്തി സ്തോത്രം നോക്കണമേ, അതിനെ അലങ്കാരമായി അതിനെ സ്തോത്രം ഉദ്ഘാടനം ചെയ്യുവാൻ നിന്നെ സ്തോത്രം ദൈവം കരങ്ങളിലെടുത്തു ഉപയോഗിക്കും. ഇസ്രായേലിനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതുപോലെ, മോശെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതുപോലെ, യോശുവയെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതുപോലെ, സ്തോത്രം ഇതേ അപ്പോസ്തലന്മാരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതുപോലെ നമ്മളെ ഉപയോഗിപ്പാൻ
കഴിവുള്ള ഒരു നല്ല കർത്താവ് സ്തോത്രം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2024 പറയുക ആമേ സ്തോത്രം 23 22 എന്നെ ദുഃഖം അർപ്പിച്ച സ്തോത്രം പ്രാർത്ഥിക്കാൻ കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ ചില വിധമായ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഒരുപക്ഷെ കടഭാരമായിരിക്കും, രോഗങ്ങളായിരിക്കും, സ്തോത്രം ജോലി തകർച്ചയായിരിക്കും, ആമയെ സ്തോത്രം മറ്റും എതിർപ്പുകളും വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ നേരിട്ട ആമയെ സ്തോത്രം സാഹചര്യങ്ങളിലൂടെ ആമേ നാം കടന്നുപോയിരിക്കാം. പക്ഷെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെങ്കിൽ നെഹെമ്യാവിനെ കൊണ്ട് ദുർബലന്മാരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബലമില്ലാത്തതിനെ കൊണ്ട് ദൈവം സ്തോത്രം മതിലുകൾ പണിയിച്ചതുപോലെ പ്രാർത്ഥന എന്ന മതിലുകളെ പണിതുയർത്തി അതിനെ സ്തോത്രം ജയകരമായി നടത്താൻ കഴിവുള്ള കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഭവനത്തെ, നമ്മുടെ സ്തോത്രം തലമുറയെ ആ നിലകളിൽ നമ്മൾ ഒരുക്കുമെങ്കിൽ, വിട്ടുകൊടുക്കുമെങ്കിൽ തലമുറയോട് പറയുക, സ്തോത്രം നമ്മുടെ കുടുംബത്തോട് പറയുക, നമ്മുടെ ദേശത്തോട് പറയുക, ദൈവത്തെ മാത്രം ഭയപ്പെടുക. ഇസ്രായേലേ ആകയാൽ ഇസ്രായേലെ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ മാത്രം ഭയപ്പെടുക. ദൈവത്തെ മാത്രമാണ് നമ്മൾ ഭയപ്പെട്ട്, ദൈവത്തെ മാത്രമാണ് ആരാധിച്ച് സ്തോത്രം ഈ ജീവരക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ സ്തോത്രം മണവാട്ടിയായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വഴിയില് സ്തോത്രം നിന്നെ വിടുവിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീ എവിടെയായിരുന്നാലും ഇറങ്ങി വരും. വേദപുസ്തകം അങ്ങനെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അങ്ങനെ സ്തോത്രമാണെങ്കിൽ ആമയെ സ്തോത്രം പുരാതന ഇസ്രായേൽ ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ, ദൈവത്തെ അനുസരിച്ചപ്പോൾ, ദൈവത്തിന്റെ വഴികളിലൂടെ നടത്തി അവർക്ക് ദൈവം വാഴ്ത്തത്ത കനാനെ സ്വർഗം അവകാശമാക്കി നൽകിയെങ്കിൽ നെഹെമ്യാവ് ദൈവത്തെ ആമയെ ഭയപ്പെട്ടു. മനുഷ്യരെ ഭയപ്പെട്ടില്ല, ലോകത്തെ ഭയപ്പെട്ടില്ല. പക്ഷേ സ്തോത്രം നോക്ക്, തമ്മില്യാത്തിനെ തോവിയാത്തിനോ അല്ല, അവരുടെ ദുരുപതകളെ അല്ല, അവരുടെ വാക്കുകളെ അല്ല നോക്കിയത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ആമേ ഭയപ്പെട്ടു. ആ വചനം ഏറ്റെടുത്ത് പണിതപ്പോൾ സ്തോത്രം ശ്രേഷ്ഠമായി ശത്രു ലജ്ജിച്ചു പോകത്തക്കവണ്ണം അതേ സ്തോത്രം ദൈവവനെ ഉപയോഗിച്ചുവെങ്കിൽ ദാവീദ് പറഞ്ഞില്ലയോ സ്തോത്രം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ആമേ സ്തോത്രം ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. കാരണം എന്തെന്നറിയാമോ? സ്തോത്രം പരിചയും പലകയും പിടിച്ചുകൊണ്ട് ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ സ്തോത്രം പത്രോസിനെയും യോഹന്നാനെയും ആമേ സന്നദ്ധ സംഘത്തിന്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയണ്ടേ? ഒരു രോഗിക്ക് അവര് സൗഖ്യം കൊടുത്തതുകൊണ്ട്. 40 വയസ്സ് വരെ ഏകദേശം പ്രായം വരുന്ന, ഇവിടെ പ്രായം വിഷയമല്ല. നിന്റെ ഏത് രോഗത്തെയും, നിന്റെ ഏത് പ്രശ്നത്തെയും, നിന്റെ ഏത് ഭാരത്തെയും, നിന്റെ ഏത് വേദനയെയും, നിന്റെ ഏത് സ്തോത്രം കടുങ്കെട്ടായ വെല്ലുവിളിയുടെ അകത്തളത്തിൽ നിന്ന് വിടുവിക്കുവാൻ എൻ്റെ യേശുവിനെ ഭയപ്പെടുന്ന, എൻ്റെ യേശുവിനെ അനുസരിക്കുന്ന, എൻ്റെ യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന നിന്നെ വിടുവിക്കുവാൻ സ്വർഗത്തിന്റെ കരം ഇറങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 3-ാം അധ്യായത്തിലേക്ക് സ്തോത്രം സുന്ദരമെന്ന ദേവാലയത്തിൽ പത്രോസും യോഹന്നാനും 9-ാം മണി സമയത്ത് പോകുമ്പോൾ ആശ്ചര്യപ്പെടത്തക്കവണ്ണം വിടുതൽ. സ്തോത്രം ജന്മം മുതലേ മുടന്തനായവന് ആമയും വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളതൊന്നുണ്ട്, ആമയും നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ഇതേ സ്തോത്രം ജന്മം മുതൽ പിശാചിച്ചു കൊണ്ടിരുന്നവൻ ആമയും തുള്ളിയും കളിച്ചും കൊണ്ട് ആലയത്തിനകത്ത് കയറി. സ്തോത്രം നോക്കണമേ, ഒരു വലിയ വലിയ ജയഘോഷത്തിന്റെ ഉല്ലാസത്തിന്റെ വിടുതൽ, പ്രത്യാശയുടെ വിടുതൽ അവിടെ സംഭവിച്ചപ്പോൾ അനേകർ ആശ്ചര്യപ്പെട്ടു പോയി. ഒരുപക്ഷെ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടിട്ട് പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞത് ഇവയെങ്കിൽ ആശ്ചര്യപ്പെടണ്ട, കാരണം ഞങ്ങൾ ദൈവത്തെ മാത്രം ഭയക്കുന്നത് അന്നാസിനെയോ കയ്യപ്പാവിനോ അന്നത്തെ അധികാരികളോ ഭരണകൂടത്തെയോ ഒരുപക്ഷെ ഞങ്ങളെ വിടുവിക്കുവാനും ഞങ്ങളെ രക്ഷിപ്പാനും ഞങ്ങളെ കരുതുവാനും കഴിയാത്ത മനുഷ്യനെ അല്ല ഞങ്ങൾ ഭയപ്പെടുന്നത്, അങ്ങനെയുള്ള ഭരണകൂടത്തെ അല്ല ഭയപ്പെടുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ അല്ല സ്തോത്രം ഞങ്ങൾ ഭയപ്പെടുന്നത്. പിന്നെയോ ഞങ്ങൾ ഭയപ്പെടുന്നത് ഞങ്ങൾക്ക് ജീവൻ തന്ന
ഞങ്ങളെ ഇതുവരെയും സ്തോത്രം പുലർത്തിയ ആമേ ഹല്ലേലൂയ മരണകരമായ വിഷയങ്ങൾ 2023 വന്നില്ലോ, 22 വന്നില്ലോ. കൊറോണ വൈറസുകൾ നേരിട്ടപ്പോഴും, യുദ്ധങ്ങൾ നേരിട്ടപ്പോഴും, പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടപ്പോഴും, ഓ സ്തോത്രം, ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്നെ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാതെ, ഓ സ്തോത്രം, ഒരു മിത്രമെന്ന പോലെ, ഓ സ്തോത്രം, എന്റെ യേശു നിന്നെ ഉള്ളങ്കയിലെ വസ്തു പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു കൊണ്ടുവന്നുവെങ്കിൽ, ഓ സ്തോത്രം, ആ ദൈവത്തെ ഇസ്രായേൽ ഭയപ്പെട്ടതുപോലെ, അബ്രഹാം ഭയപ്പെട്ടതുപോലെ, അനുസരിച്ചതുപോലെ, സ്തോത്രം, നീ ഭയപ്പെടുകയും നീ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവമേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ മറുക്കൽ ചെയ്ത് നിന്നെ സമൃദ്ധിയോടെ നടത്താൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു പോയി. അവരെ ഒന്നും ചെയ്യുവാൻ, സന്നദ്ധ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് താങ്ക് യു ജീസസ്, ഗ്ലോറി ടു ഗാഡ്, യേശുവിന്റെ നാമത്തിൽ, ഓ സ്തോത്രം, പത്രോസ് വിളിച്ചു പറയുന്നത്, യോഹന്നാൻ വിളിച്ചു പറയുന്നത്, സ്തോത്രം, ഞങ്ങൾ മനുഷ്യരെയല്ല ഭയപ്പെടുന്നത്, ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നില്ല. ഞങ്ങളെ സ്തോത്രം വിളിച്ചു വേർതിരിച്ച് ആമയെ സ്തോത്രം ഒരിക്കൽ ഗന്നേശ്വരം തടാകത്തിലായിരുന്നപ്പോൾ, ഓ സ്തോത്രം, വെള്ളവും വലയുമായി നിന്നപ്പോൾ, ആമയെ ആരും ഞങ്ങളെ സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ, ആരും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനിരുന്നപ്പോൾ ഇല്ലായിരുന്നപ്പോൾ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഇറങ്ങി വന്ന, ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച, ഞങ്ങളെ രക്ഷകൻ ആണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ആ ദൈവം ഞങ്ങളെ നടത്തും, ആ ദൈവം നമ്മളെ വിടുവിക്കും, ആ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് കഷ്ടതയിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും, ഏത് സ്തോത്രം വെല്ലുവിളിക്കകത്ത് നിന്നും, ഏത് കടഭാരത്തിന്റെ ഓ സ്തോത്രം പ്രതികൂല സാഹചര്യത്തിൽ നിന്നും വിടുവിക്കും എന്നുള്ള വിശ്വാസത്തോടെ സ്തോത്രം ഈ പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവേ സ്തോത്രം, ഏറ്റെടുക്കുന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ ആമേ വചനത്തിൽ ദൈവത്തെ ഭയപ്പെട്ടതുപോലെ കർത്താവേ ദേശത്തിൽ, മനുഷ്യരിലല്ല, ലോകത്തിലല്ല, ആർക്കും ദൈവഭയമില്ല, ആർക്കും ദൈവസ്നേഹമില്ല. ആ ഒരു നിലയിലേക്ക് നീങ്ങുമ്പോൾ ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവവഴികൾ നടന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകലവരെയും ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗങ്ങളാൽ, പ്രശ്നങ്ങളാൽ, പ്രതിസന്ധികളാൽ, ഒറ്റപ്പെട്ട അനുഭവത്തിൽ കണ്ണുനീരിന്റെ ഏകാന്തതയിലായിരിക്കുന്ന എല്ലാവർക്കും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമർത്ഥമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ 2024 പഴയ പ്രാർത്ഥനയോടെ ചിലത് പണിയും, പ്രാർത്ഥനയോടെ ചിലത് പിടിച്ചെടുക്കും, പ്രാർത്ഥനയോടെ ഞാൻ ചെയ്യും കാണും. ഓ സ്തോത്രം, തീരുമാനമെടുക്കാമോ? പ്രാർത്ഥിക്കാമോ? കണ്ണുകളടയ്ക്കാമോ? പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഗോഡ് ഗുഡ്സ് മിനിസ്ട്രിക്കായി, മിനിസ്ട്രിയുടെ സ്ഥാപകനായി കൂടെ ആയിരിക്കുന്ന കർത്തദാസർക്കാർ, കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തെ അർപ്പിക്കുന്നു. യേശുവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങിച്ചെല്ലട്ടെ, അവിടുത്തെ കൃപ അവരുടെ മേൽ പകരട്ടെ. ആമേ സ്തോത്രം, പലവിധമായ പ്രതിസന്ധികളുടെ നടുവിൽ, പലവിധമായ പ്രശ്നത്തിൻ്റെ നടുവിൽ, ഓ സ്തോത്രമായിരുന്നു കൊണ്ട് വചനം കേട്ട എല്ലാവരെയും യേശു വിടുവിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി സ്തോത്രം, ദൈവത്തെ ഭയപ്പെട്ട് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവകൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ വരവാസനമായിരിക്കുമ്പോൾ ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കും. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, മറ്റും സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 2024 എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തകർന്നു ജീവിതം നിരാശ മാത്രമായ നാൾ, പകർന്നു ദിവ്യ സ്നേഹമെൻ ഹൃദയത്തിലാനന്ദം, അകന്നു ദുഃഖമെൻ മനസ്സിലാശ മാത്രമായി, ഉണർന്നു നാഥ
യേശുവോടു വാഴുവാൻ സദാ. അതിഘോരമാം ഗർത്തത്തിലാണ്ടു കേണു കേണു ഞാൻ. വന്നില്ലൊരാളുമന്തികെ എൻ കല്ലൽ തീർക്കുവാൻ. കരുണാമയൻ കേട്ടെൻ വിലാപം വന്നു ചാരിതാൻ. കരം തന്നുയർത്തി മാർവതിൽ അണച്ചു സ്നേഹമായി. കരുണാമയൻ കേട്ടെൻ വിലാപം വന്നു ചാരിതാൻ. കരം തന്നുയർത്തി മാർവതിൽ അണച്ചു സ്നേഹമായി. അതിരറ്റ സ്നേഹം കണ്ടു ഞാൻ അന്നാളിലാദ്യമായി. അതികോമളൻ എന്നേശുവേ എൻ കർത്തനായേറ്റു ഞാൻ. എൻ ജീവിതാന്ത്യനാൾ വരെ അവനായി ജീവിക്കും. എൻ ഗാനവും എൻ സാക്ഷ്യവും അവനെ പുകഴ്ത്തുമേ. എൻ ജീവിതാന്ത്യനാൾ വരെ അവനായി ജീവിക്കും. എൻ ഗാനവും എൻ സാക്ഷ്യവും അവനെ പുകഴ്ത്തുമേ. തകർന്നു ജീവിതം നിരാശ മാത്രമായ പകർന്നു ദിവ്യ സ്നേഹമെൻ ഹൃദയത്തിലാനന്ദം. അകന്നു